ഇന്നത്തെ എൻ്റെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് UK-യിൽ നിന്ന് നമ്മളെ കാണാൻ ദുബായിൽ വന്നൊരു വീഡിയോ ആണ്. ഇതാണ് അപ്പു, ഇതാണ് അപ്പുവിൻ്റെ ഫാമിലി, ഇതാണ് അപ്പുവിൻ്റെ വൈഫ് അഞ്ജു. അവർക്ക് 2 മക്കളാണുള്ളത്, കെച്ചു നോനു. അവർ ട്വിൻസാണ് കേട്ടോ. ഇവർ നേരത്തെ ദുബായിലായിരുന്നു നമ്മുടെ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ ദുബായിൽ നിന്ന് UK-യിലേക്ക് മൂവ് ചെയ്തു. നന്നുവിൻ്റെ ഫസ്റ്റ് ടൈം അപ്പു കാണുന്നത്. അവളിങ്ങനെ ആരാന്നുള്ള രീതിയിൽ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഈ താഴെ കാണിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മളിവിടെ ഒരുമിച്ച് ദുബായിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസാട്ടോ. അതുപോലെ ഈ വീഡിയോസും നമ്മൾ പണ്ട് ഒരുമിച്ചുണ്ടായിരുന്ന ടൈമിൽ സ്റ്റേക്കേഷനൊക്കെ പോയപ്പോൾ എടുത്ത വീഡിയോസാട്ടോ. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് നടക്കുമ്പോഴാണ് ഇവർ ദുബായിൽ നിന്ന് UK-യിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത് ഞാൻ അന്നത്തെ ദിവസം സ്റ്റാറ്റസ് ഇട്ട വീഡിയോ ആട്ടോ. ഇവരെ അന്ന് എയർപോർട്ടിലേക്ക് യാത്ര അയക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആയത്. പിന്നെ ഇവർ നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ദുബായിലും വന്ന് നമ്മുടെ കൂടെ കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ അപ്പുവിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണ അപ്പു ദുബായിലേക്ക് നമ്മളെ കാണാൻ വീണ്ടും വരുന്നത്. അങ്ങനെ അപ്പു വന്നു കഴിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറേ നേരം പിന്നെയും കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് വെളുപ്പിനെ 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇത് അടുത്ത ദിവസം രാത്രിയാണ് കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ വിച്ചുവിൻ്റെ ശർമ്മയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളെല്ലാവരും കൂടിയത്. അന്നും ഇതുപോലെ കുറേ നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഈ കാണുന്നത് അവരുടെ ബാൽക്കണി വ്യൂ ആട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്നു, TV ഒക്കെ കണ്ടു. പിള്ളേരൊരു സൈഡിൽ അവർ കളിക്കുന്നു. അങ്ങനെ ഇന്നത്തെ രാത്രിയും നമ്മൾ ഏതാണ്ട് വെളുപ്പിനെയൊക്കെ ആയി കേട്ടോ കിടന്നുറങ്ങിയപ്പോൾ. പിന്നെ അടുത്ത ദിവസം ഏതാണ്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എണീറ്റത്. പിന്നെ അന്ന് ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അപ്പുവിന് പോകുന്നതിന് മുമ്പ് ഇനിയും കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം ഒരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തു പുറത്ത്, ബാക്കിയുള്ളവരെയും കൂടെ കാണാനായിട്ട്. അപ്പോൾ ആ ഡിന്നറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.